ഇത്രയും കാലം ഇങ്ങനെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള സിനിമകൾ ചെയ്തിട്ട് ഇപ്പം എന്തുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് സിനിമ എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചില്ല, അത് ആദ്യമായിട്ടൊരു പടം കിട്ടാണല്ലോ, പിന്നെ കളയണ്ടാന്ന് വിചാരിച്ചു. ആദ്യമൊക്കെ ലൊക്കേഷനിൽ വന്ന് ഡയറക്ടർ ചേറിൻ്റെ തൊട്ട് സൈഡിൽ വാപ്സിൻ്റെ കൂടെയൊക്കെ ചേറിലിരിക്കും. ഇപ്പോൾ ഡയറക്ടറിന് കിട്ടുന്ന എല്ലാ പ്രിവിലേജസും ഉണ്ട്. ഈ കരിക്ക്, ജ്യൂസ്, നല്ല കാരവനിൽ ഫുഡ് കഴിക്കാൻ. അതിന് 2-3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ക്ലാപ്പ് വന്ന്, ഇനി ക്ലാപ്പ് കൊടുത്ത് കൊടുക്കുന്നത്. ക്ലാപ്പ് വന്ന് കൊടുത്തു തുടങ്ങിയ തൊട്ട് ഡയറക്ടറിൻ്റെ അടുത്തുള്ള ചെയറും പോയി, ജ്യൂസും പോയി, കാരവനും പോയി. വീട്ടിലെത്തി റാഫി സാർ കഥ പറഞ്ഞു, നാദർശ സാറിനെയും കണ്ടു, കഥ ഇഷ്ടമായി. പിന്നെ ക്രൂവിൻ്റെ അടുത്തൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു, എല്ലാവരും കൊണ്ടും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സ്പെസിഫിക് പോയിന്റ് ഇല്ലേ, ക്രൂവിൻ്റെ അടുത്തൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു സിനിമ കാണുമ്പോൾ ആ ഒരു പെർഫോമൻസും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഡ്രസ്സിങ്ങും ഒക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പൊ കാണുമ്പോൾ എന്താ കുട്ടി പോലെ ഉണ്ടോ, ഇല്ലല്ലോ, ഓക്കെ അല്ലേ. ഞാനൊരാളെ ഫോളോ ചെയ്യണം എന്ന് തോന്നുമ്പോൾ ഇപ്പോൾ ഒരു പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്നത് എന്നും ഏതൊരു ആക്ടറിനും ഭയങ്കര ഒരു വലിയ റോൾ മോഡലാണ്. ആ ഒരു പോയിന്റിലെത്തുന്നെങ്കിൽ ഇറ്റ്സ് പ്യൂർലി ബിക്കോസ് ഓഫ് ടാലന്റ്. ഞാൻ ഒരാളെടുത്ത് പോയി ചാൻസ് ചോദിക്കുമ്പോൾ അത് അവരപ്പോൾ തന്നെ തന്നിട്ടില്ല. അതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ ഫേസും എൻ്റെ രൂപവും ഫിറ്റാവണ ഒരു ക്യാരക്ടർ വരണം. ട്രൂലി ബിലീവ് ഇൻ മാനിഫെസ്റ്റേഷൻ. കാരണം 7ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ ബുക്കിൽ ഞാൻ എഴുതി, ഒരു മൈ ഡ്രീംസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബുക്കൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ എഴുതി ഐ വോണ്ട് ടു ബിക്കം മൂവി സ്റ്റാർ, ഐ വോണ്ട് ടു ബിക്കം എൻ ആക്ടർ, അങ്ങനെയൊക്കെ എഴുതി. അത് 10ാം ക്ലാസ് പഠിക്കുമ്പം അഭിനയിക്കാൻ പറ്റും. ഹായ് ഹലോ, CPX ടോക്കിൽ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന ചിത്രത്തിലെ നായകനും നായികയാണ്. നമുക്ക് സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം ദേവിക ആൻഡ് മുബി. വെൽക്കം ടു CPX ടോക്ക്. ഓക്കെ, ഞാൻ നിങ്ങളോട് ഫസ്റ്റ് തന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചു തുടങ്ങണം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ ഒരു സമയത്ത് ഞാൻ ചോദിച്ചാൽ അതൊട്ട് ശരിയാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായി ക്വസ്റ്റ്യനിൽ പോവാം. ഇപ്പോൾ റാഫി ചേട്ടൻ്റെയും നാദിർഷയുടെയും പടം വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓഡിയൻസിന് ഉണ്ടാകുന്ന ഒരു സംഭവം കോമഡി ആയിരിക്കും, അതൊരു തമാശ. രണ്ടുപേരുടെയും പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തമാശയായിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ നമ്മൾ ട്രെയിലർ കാണുമ്പോൾ ഭയങ്കര ഞെട്ടിച്ചുകൊണ്ട് കുറേ സസ്പെൻസ്, ത്രില്ലർ, ആ ടൈപ്പ് ഇതാണ് കാണുന്നത്. ശരിക്കും എന്താണ് ഈ സിനിമ? ഇത് ആക്ച്വലി ഒരു എൻ്റർടൈനറാണ് ഡെഫിനറ്റ്ലി. ഇതിൽ ഹ്യൂമർ ഉണ്ട്, എന്നാൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ അല്ല. എന്നാലും അവിടെ കുറച്ച് ഫൺ മൊമെൻറ്റ്സ് ഉണ്ട്. പക്ഷെ ഒരു ത്രില്ലർ ലൈനിലാണ് എല്ലാം കണക്ട് ചെയ്യുന്നത്. എൻ്റെ ബാക്കിയുള്ള ഇമോഷൻസൊക്കെ ഒരു ത്രില്ലർ ഔട്ട് ലൈനിലാണ് എല്ലാം കണക്ട് ചെയ്ത് വെക്കുന്നത്. അങ്ങനത്തെ ഒരു സിനിമ എനിക്ക് തോന്നുന്നില്ല വാപ്ചി ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന്. നാഷിക ഈശോ ഒക്കെ കുറച്ച് ഒരു ത്രില്ലർ പടമായിരുന്നല്ലോ. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു പരിപാടിയല്ല. ഇതിൽ ഫൺ മൊമെൻറ്റ്സ് ഉണ്ട്, എല്ലാ ഇമോഷൻസും കണക്ട് ചെയ്ത് പോകുന്ന ഒരു ത്രില്ലർ പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. ഇത്രയും കാലം ഇങ്ങനെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള സിനിമകൾ ചെയ്തിട്ട് ഇപ്പം എന്തുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് സിനിമ എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചില്ല, അത് ആദ്യമായിട്ടൊരു പടം കിട്ടാണല്ലോ, പിന്നെ കളയണ്ടാന്ന് വിചാരിച്ചു. അതെ, വാപ്പയുടെ പടത്തിലെ നായകനായിട്ട് വരുന്ന ഒരു അരങ്ങേറ്റം അതെങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? മുന്നേ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു ചാൻസ്. ഞാൻ ആക്ച്വലി സ്കൂള് കഴിഞ്ഞ് കോളേജിൽ ജോയിൻ ചെയ്യുന്ന ടൈമിൽ ഞാൻ വാപ്സിൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ വാപ്സി പറഞ്ഞ് തരില്ല എന്ന്. വാപ്സി പറഞ്ഞു അങ്ങനെ ആർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഒരു പ്രോജക്റ്റ്, ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റും അതൊക്കെ കൊണ്ടായിരിക്കാം. അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. കുറച്ചും കൂടി ഇതിൻ്റെ എന്താണ് പരിപാടി എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നോക്കുന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് തന്നൊരു ഓഫർ എന്ന് പറഞ്ഞാൽ AD ആയിട്ട് വേണമെങ്കിൽ ഞാൻ നിർത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ടൈമിൽ റിംഗ് മാസ്റ്റർ ഷൂട്ട് തുടങ്ങി. ഞാൻ കോളേജ് ഫസ്റ്റ് ഇയർ ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് OD ലീവ് കിട്ടും, ഓൺ ഡ്യൂട്ടി ലീവ്. അപ്പോൾ വിത്ത് അറ്റൻഡൻസാണ്. അപ്പോൾ എനിക്ക് ക്ലാസ്സിലും പോകണ്ട, ഇവിടെ വർക്കും ചെയ്യാം. അപ്പോൾ ആദ്യമൊക്കെ ലൊക്കേഷനിൽ വന്ന് ഡയറക്ടർ ചേറിൻ്റെ തൊട്ട് സൈഡിൽ വാപ്സിൻ്റെ കൂടെയൊക്കെ ചേറിലിരിക്കും. ഇപ്പോൾ ഡയറക്ടറിന് കിട്ടുന്ന എല്ലാ പ്രിവിലേജസും ഉണ്ട്. ഈ കരിക്ക്, ജ്യൂസ്, നല്ല കാരവനിൽ ഫുഡ് കഴിക്കാൻ. അതിന് 2-3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ക്ലാപ്പ് വന്ന്, ഇനി ക്ലാപ്പ് കൊടുത്ത് കൊടുക്കുന്നത്.
ക്ലാപ്പ് വന്ന് കൊടുത്തു തുടങ്ങിയ തൊട്ട് ഡയറക്ടറിൻ്റെ അടുത്തുള്ള ചെയറും പോയി, ജ്യൂസും പോയി, കാരോലും പോയി. പിന്നെയാണ് ഞാൻ ആക്ച്വലി എന്താണ് സിനിമയിലുള്ള പരിപാടി, എന്താണ് ഒരു AD ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയത്, തുടങ്ങിയത് സത്യമായിട്ടും. പിന്നെ രാവിലെ 6 മണിക്ക് ലൊക്കേഷനിൽ വരാം, രാത്രി ഒരു 12:30 മണിയാകുമ്പോൾ ഉറങ്ങാം. ഇങ്ങനത്തെ ഒരു ഹാർഡ് കോർ റൂട്ടീൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനപ്പോഴാണ് ഫേസ് ചെയ്യണേ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ റെഡി ആയിട്ടില്ല എന്നുള്ളത്. എന്നാലും ഞാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ഒരു പോയിന്റ് അതിനപ്പോൾ ആപ്ച് പറഞ്ഞ് പുറത്തൊക്കെ ചോദിച്ചു നോക്കൂ, നമ്മുടെ പടത്തിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ കുറേ പേരുടെ അടുത്ത് ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ സച്ചേട്ടൻ്റെ അടുത്താണ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് പുറത്ത് ചോദിക്കണേ. ആ ടൈമിൽ തന്നെ നാദശിഖാൻ്റെ അടുത്തും ചാൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ കറങ്ങിത്തിരിഞ്ഞ് കുറച്ച് ഒരു 7-8 വർഷം കഴിഞ്ഞിട്ട് നാദശിഖാൻ്റെ പടത്തിൽ തന്നെ വരാൻ പറ്റി. അതും എനിക്ക് തോന്നുന്നു വാപ്ചി സൈലക്സ് ചേട്ടനുണ്ട് നമ്മുടെ അസോസിയേറ്റ്, വോയിസ് ഓഫ് സത്യാനന്ദയിൽ സൈലക്സ് ചേട്ടനായിരുന്നു ചീഫ്, ഞാൻ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ സൈലക്സ് ചേട്ടനെ എന്നെ വെച്ചിട്ടൊരു പടം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു കഥ പറഞ്ഞു. അപ്പോൾ എനിക്ക് കഥ ഇങ്ങനെ വർക്കായി. അപ്പോൾ സൈലക്സ് ചേട്ടൻ പറഞ്ഞ എടാ ഇതിനേലും ബെറ്റർ അല്ലെങ്കിൽ എൻ്റെ സ്ക്രീൻ പ്ലേ വാപ്ചി എഴുതുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ വാപ്ചിയായിട്ട് സംസാരിക്കും. അപ്പോൾ സൈലക്സ് ചേട്ടൻ കൂടുതലും ത്രില്ലർ പടങ്ങളാണ് വർക്ക് ചെയ്തേക്കണം. ദൃശ്യവും മെമ്മറി ജിത്തു സാറിൻ്റെ കൂടെയായിരുന്നു. വാപ്ചപ്പോൾ സൈലക്സ് ചേട്ടന് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ഒരു ത്രില്ലർ പരിപാടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്ലാൻ ചെയ്യുന്ന ടൈമിലാണ് നാദശിക്ക് ഒരു ദിവസം നമ്മുടെ ലൊക്കേഷനിൽ പറഞ്ഞത്. നാദശിക്ക് എന്നെ കണ്ടപ്പോൾ ചുമ്മാ തമാശക്ക് വാപ്ചി അടുത്ത് പറഞ്ഞ് ഇവനെ ഒന്ന് അഭിനയിപ്പിച്ചു കൂടെ, എന്തിനാണ് റീൽ വിളിക്കണമെന്ന് ചോദിച്ചു. വാപ്ചി അപ്പോൾ അന്ന് നാദശ ഒരു പുതിയ ആൾ വെച്ചിട്ട് പടം ചെയ്തതാണല്ലോ, നാദശ ഡയറക്റ്റ് ചെയ്യുന്ന പറഞ്ഞു. പക്ഷെ ഇക്കൊരു സ്ക്രിപ്റ്റാണ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഭയങ്കര തമാശക്ക് ഇവർ പറഞ്ഞത് വിട്ടു. ഞാൻ പക്ഷെ ഇത് ഭയങ്കര കാര്യമായിട്ട് ഞാൻ എന്നിട്ട് സൈലക്സ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, സൈലക്സ് ചേട്ടൻ ഈ ഷോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാശിക്കായിട്ട് സംസാരിക്കും, ഇങ്ങനൊരു പ്രൊജക്റ്റ് നടന്നാൽ നമുക്ക് നല്ലതല്ലേ, നിങ്ങൾ എൻ്റെ പ്രൊജക്റ്റ് ഡിസൈനർ ആവും എന്നൊക്കെ പറഞ്ഞ് സൈലക്സ് ചേട്ടൻ നാശിക്കാൻ്റെ അടുത്ത് പറഞ്ഞു. നാശിക്ക സമ്മതിച്ചു. അങ്ങനെയാണ് ഇത് എനിക്ക് തോന്നുന്ന ഒരു ത്രില്ലർ പരിപാടി ആയതും. അല്ലായിരുന്നെങ്കിൽ ഫസ്റ്റ് തൊട്ട് തന്നെ നാശിക്കാക്ക് ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് ആലോചിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ പടമായിട്ട് വന്നേനെ. പക്ഷെ എനിക്ക് തോന്നുന്നു മേ ബി നമുക്ക് ഇതായിരിക്കും നല്ലത്. അതെ, ഇപ്പം ഈ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ആക്ടിങ്ങിലേക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു, സിനിമ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചാണ്. അതേപോലെ തന്നെ ഫസ്റ്റായിട്ട് അഭിനയിക്കുമ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ അഭിനയിക്കാൻ പോകുമ്പോൾ ഉണ്ടാവുമല്ലോ. അതെ അതെ, ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷനെക്കാട്ടും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം എനിക്ക് പെട്ടെന്ന് കിട്ടിയ സംഭവമല്ലേ ഇത്. കുറേ നാൾ ഇതിൻ്റെ പുറകിൽ നടന്ന് കുറേ റിജക്ഷൻസും ഇൻസൾട്ട്സൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണത്. അപ്പം ഇത് മാക്സിമം നന്നാക്കണം എന്നുള്ളൊരു ടെൻഷനുണ്ട് ഉള്ളിൽ. അങ്ങനെ എല്ലാവരുടെ അടുത്തും പോയി ഒരു ഷോർട്ടായി കഴിഞ്ഞാൽ എല്ലായിടത്തും പോയി അഭിപ്രായം ചോദിക്കും, ഇത് എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ, അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നാക്കണോ, എന്താണ് നന്നാക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അതൊരു 10-20 ദിവസം പോയിപ്പോൾ അശ്വത്ത് അഭിനയിക്കാൻ ജോയിൻ ചെയ്തു നമ്മുടെ ലൊക്കേഷനിൽ. അപ്പോൾ അശ്വത്ത് 2-3 ദിവസം കഴിയുമ്പോൾ ഞാൻ അശ്വത്ത് നല്ല കമ്പനിയായിരുന്നു. അപ്പോൾ അശ്വത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാനിരിക്കരുത്, ഒരു സമയമാകുമ്പോൾ പറയാമെന്ന് വിചാരിച്ചാൽ ബ്രോ ഇങ്ങനെ എല്ലാവരുടെ അടുത്തും പോയി അഭിപ്രായം ചോദിക്കണല്ലേ, അത് നിർത്തിക്കോ. നമ്മൾ ആദ്യമായിട്ട് പടം ചെയ്യുമ്പോൾ കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും, അതൊക്കെ വന്നോട്ടെ, അടുത്ത പടത്തിൽ കറക്റ്റ് ചെയ്താൽ മതി. പക്ഷേ ഒരാൾ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരാളോട് മാത്രം അഭിപ്രായം ചോദിക്കാമെന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഒരു ഐ ഓപ്പണർ പോലത്തെ ഒരു അഡ്വൈസായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ നാശിക്ക എന്ത് പറയണോ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ വാപ്ചേൻ്റെ അടുത്ത് ആകെ എന്നേക്കുന്ന ഒരു അഡ്വൈസ് അതായിരുന്നു, നാശിക്ക എന്താണ് പറയണത് അത് ചെയ്യാം. പക്ഷെ എനിക്ക് കുറച്ചൊക്കെ ഒന്ന് നമ്മൾ നോക്കുമല്ലോ നമ്മുടേതായിട്ടുള്ള ഓക്കെ. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സിനിമയിൽ ഇപ്പോൾ നാദിർഷാ ഇക്കാൻ്റെ പടം എന്ന് പറയുമ്പോൾ അത് ഗ്യാരണ്ടി ഉണ്ട് നമുക്ക്. അതിൽ കഥ എഴുതുന്നത് റാഫിക്കയും കൂടെ ആകുമ്പോൾ അതുപോലെ തന്നെ 2 നായകന്മാരുടെ ഉള്ളൊരു സിനിമയിലെ ഒരു നായികയാണ്. എങ്ങനെയായിരുന്നു ഈ സിനിമയ്ക്കുള്ള ഒരു വരവ് എന്ന് പറയുന്നത് മുബിൻ ചേട്ടൻ്റെ അമ്മയാണ് ആക്ച്വലി പറയുന്നത്. റാഫി സാറിൻ്റെ അടുത്താണ് പറയുന്നത്, ഇവർ നായികനെ നോക്കുമ്പോൾ ഞാൻ പ്രകാശിലെ കുട്ടി, മകളിലൊക്കെ വന്ന കുട്ടി, അപ്പോൾ ഇവരൊക്കെ വിചാരിച്ചു ചെറിയ കുട്ടിയാണല്ലോ, അപ്പോൾ എല്ലാ പാൻറ്റിയാണെന്ന് പറഞ്ഞാൽ എല്ലാം വലുതായി, ഇപ്പോൾ മകളിലൊക്കെ ഇത്തിരി വലുതായിട്ടുണ്ട്, അപ്പോൾ ഒന്ന് നോക്കൂന്ന് പറഞ്ഞ് അങ്ങനെയാണ് റാഫി സാറിൻ്റെ വീട്ടിൽ ഞാൻ കഥ കേൾക്കാനൊക്കെ പോയി.
അപ്പൊ ആന്റി വഴിയാണ് ഈ സിനിമയിൽ എത്തുന്നത്. എൻ്റെ ബാക്കിയുള്ളതും കൂടി എന്താ പറ. വീട്ടിലെത്തി ഇന്നാവണ പോയിന്റ്. വീട്ടിലെത്തി റാഫി സാർ കഥ പറഞ്ഞു, നാദിർ സാറിനെയും കണ്ടു, കഥ ഇഷ്ടമായി. പിന്നെ ക്രൂവിൻ്റെ അടുത്തൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു, എല്ലാം കൊണ്ടും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സ്പെസിഫിക് പോയിന്റ് ഇല്ലേ? ക്രൂവിൻ്റെ അടുത്തൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതിനെ കൊണ്ട് ഫസ്റ്റ് ഇനിഷ്യലി തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു വരുമ്പോൾ, എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ. കാരണം നല്ലൊരു ക്യാരക്ടറാണ്. നല്ലതെന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഈ ഒബ്ജക്റ്റീവ്ലി ഗുഡ് എന്നല്ല, പക്ഷേ ഇൻറ്റൻഷൻസും മോട്ടീവ്സും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഐ വാസ് സോ എക്സൈറ്റഡ് ടു പ്ലേ ദ റോൾ ആൻഡ് ഐ എം സോ എക്സൈറ്റഡ് ഫോർ ദ റിലീസ്. എങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെന്നും കാണാനും നോക്കാനും ഒക്കെ ഭയങ്കര എക്സൈറ്റഡാണ്. ഒരു സമയത്തുണ്ടായിരുന്ന ഹീറോയിൻസ് ഇപ്പൊ കുറെ പേരെ കാണുന്നില്ല, പക്ഷെ കുറെ പുതിയ ഹീറോയിൻസ് വന്നൊരു സമയമാണിത്. അതുപോലെ തന്നെ പണ്ട് നമ്മൾ കോളേജിലൊക്കെ, ഞാൻ പഠിച്ച കാലത്താണ് നമ്മൾ പണ്ട് കണ്ടുപോയൊരു കോളേജിലെ ഇപ്പോൾ ഹീറോ ആയാലും ഹീറോയിൻസ് അല്ലെങ്കിൽ അവിടുത്തെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയാലും നമ്മുടെ മനസ്സിൽ രൂപം ഉണ്ടായിരുന്നു. അപ്പം ഞാനൊക്കെ കോളേജിൽ പോയപ്പോൾ എൻ്റെ കൂടെയുള്ളവരൊക്കെ എൻ്റെ ഇങ്ങനെ ചെറിയ ചെറിയ കുട്ടികൾ കാണുമ്പോൾ വെച്ചു ഇത്ര ഉള്ളൂ കോളേജിൽ പഠിക്കുന്നവരൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നായകൻ നായിക എന്ന് പറയുമ്പോൾ ചെറുപ്പം കുട്ടികളിൽ ആ ഒരു ടൈപ്പ്, ഇപ്പം മമ്മി പ്രേമലു ആയാലും മമ്മിതേൻ്റെ ഒക്കെ റോൾ അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സമയത്തേക്ക് എത്തുമ്പോൾ ഭയങ്കര ഏജ്, ഭയങ്കര വലിയ മെച്ചുവേർഡ് ആയിട്ടുള്ള ഫേസ് വേണം, അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാണ്ട് അങ്ങനത്തെ ഒരു സമയത്ത് എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് അപ്പോൾ ദേവിക്ക് ഇങ്ങനത്തെ ഈ ഒരു സമയത്ത് ഇപ്പോൾ അനശ്വര, മമിത ഇവരൊക്കെ ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ വരിക എന്ന് പറയുമ്പോൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ്? മലയാളം സിനിമ ഇൻ ജനറൽ യങ് ആക്ട്രസസിന് ഓൾവേസ് ആക്സെപ്റ്റിംഗ് ആയിരുന്നു. ആരൊക്കെയാണെങ്കിൽ ഇപ്പോൾ ശോഭന മാം ഹീറോയിനായിട്ട് 13 വയസ്സിലാണ്. ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ സ്കാർലെറ്റ് ജോഹാൻസൺ 17 വയസ്സായിരുന്നു. പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ ചെയ്യുമ്പോൾ കിയറ 17 വയസ്സായിരുന്നു. അപ്പോൾ ആ ഒരു ട്രോപ്പ് എപ്പോഴും ആക്സെപ്റ്റിംഗ് ആണ് യങ് ഹീറോയിൻസ്. അതായത് എനിക്ക് തോന്നുന്നു പ്രോബ്ലമാറ്റിക് ആണോ, പക്ഷെ നമ്മൾ കാണുമ്പോൾ ഏജ് ഫീൽ ചെയ്തില്ലെങ്കിൽ അവരെ പിടിച്ച് കുട്ടി ക്യാരക്ടേഴ്സ് കൊടുക്കുക, മക്കളെ ക്യാരക്ടേഴ്സ് കൊടുക്കുക എന്നൊരു സാധനമുണ്ട്. മനസ്സിലായി എനിക്ക്. പക്ഷെ ഏജ് വൈസ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായി എന്താ ചോദിച്ചത്. കുറച്ച് അങ്ങനെ കുട്ടിത്തുള്ള പോലത്തെ ഒരു മുഖമാകുമ്പോൾ അല്ലെങ്കിൽ കുട്ടി ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ട്രാൻസിഷൻ ഇത്തിരി കാണുമ്പോൾ ആൾക്കാർക്ക് ഇത്തിരി ഡിഫിക്കൾട്ടായിരിക്കും ചിലപ്പോൾ. ആ ഒരു പ്രോബ്ലം എല്ലാവർക്കും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. യൂഷ്വലി ചൈൽഡ് ആക്ടറിന്ന് പിന്നെ ഒരു ലീഡ് റോൾ അല്ലെങ്കിൽ ഒരു ഹീറോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ട്രാൻസിഷൻ, കാരണം ആൾക്കാരുടെ മനസ്സിൽ കുട്ടിയാണല്ലോ. കുറച്ച് വർഷം മുന്നേ ഇറങ്ങിയതാണെങ്കിലും മനസ്സിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സിൽ കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് കണ്ട് മാറി കാണുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ജാനകി ഒരു ഏജ് അപ്രോപ്രിയേറ്റ് അല്ലാത്ത ക്യാരക്ടർ ആയിരുന്നു. കാരണം ജാനകിയുടെ ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോൾ ഞാൻ 20-21, ജാനകിയുടെ സ്ക്രീൻ ഏജ് എന്ന് പറയുമ്പോൾ ഒരു 23-24 ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അത് മാച്ച് ചെയ്ത് പോണ പോലെ ഒരു ക്യാരക്ടറാണ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ ജനറലി എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഏജ് വൈസ് സിനിമയിൽ നായകന്മാരെ അങ്ങനെ പ്രശ്നമുണ്ടെന്ന് തോന്നണില്ല. പിന്നെ ഫേസ് വൈസ് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ചെറിയ കുട്ടിയുടെ പോലത്തെ മുഖം അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പൊ റാഫി സാർ തന്നെ ആദ്യം കണ്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞില്ല സാർ കാണുമ്പോ ഓക്കെ ആണോ, മുഖം കാണുമ്പോ ചെറിയ കുട്ടി പോലെയാണോ? സാറേ ഇല്ല പ്രശ്നമൊന്നുമില്ല, നല്ല വയസ്സായ പോലെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പൊ ആ പേടി അവിടെ പോയി. പിന്നെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ ഓക്കെ ആണെങ്കിൽ പിന്നെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പെർഫോമൻസിൽ അത് കുറെയൊക്കെ കവറപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. അത് എനിക്ക് തോന്നുന്നു സിനിമ കാണുമ്പോൾ ആ ഒരു പെർഫോമൻസും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഡ്രസ്സിങ്ങും ഒക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പൊ കാണുമ്പോ എന്താ കുട്ടി പോലെ ഉണ്ടോ? ഇല്ലല്ലോ, ഓക്കെ അല്ലേ? എന്തിനായിരുന്നു ഈ ചോദ്യം? അതെ, എന്തിനാണ് ഈ ചോദ്യം? ഇപ്പൊ കാണുമ്പോ നേരത്തെ കാണുമ്പില്ലെന്ന് പറയാലോ. ഓ ഇപ്പൊ കാണും. അത് ഞാൻ ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഇല്ല പക്ഷെ ഓക്കെ. അപ്പൊ ആദ്യം സാറിന്റെ അടുത്ത് എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ
ഈ ബേബി ഫേസ് മാറിയിട്ടില്ല എന്ന് എൻ്റെ മനസ്സിൽ. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ചെറുതാകുമ്പോഴുള്ള മുഖവും ഇപ്പോഴത്തെ മുഖവും ഒരേ മുഖമാണ്. ഒരു റൗണ്ട് ഫേസ് ആയതുകൊണ്ട് ആ ചെറുതാകുമ്പത്തെ ഇതും ഇപ്പോഴത്തെ. അപ്പൊ എനിക്ക് ആ മാറ്റം അങ്ങോട്ട് കാണാൻ പറ്റണില്ല. അപ്പോൾ ആ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ സാറ് പറഞ്ഞപ്പോൾ പിന്നെ ക്യാരക്ടറായി വരുമ്പോഴും അങ്ങനെ പ്രശ്നമുള്ള പോലെ തോന്നിയില്ല. അപ്പോൾ ആ ഒരു പോയിന്റ് അവിടെ കുഴപ്പമില്ല. സിനിമയിൽ മുബീൻ ക്യാരക്ടർ എങ്ങനെയാണ് വരുന്നത്? എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഹൈബി നിക്കോളാസ് എന്നാണ്. പുള്ളി ഒരു വേറെ രാജ്യത്ത് പോയി പഠിക്കാനും ഒക്കെ താല്പര്യമുള്ള ആളായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഇവിടെ ടാക്സി ഡ്രൈവറൊക്കെ ആയിട്ട് കുറച്ച് ടൂറിസ്റ്റ് ക്യാൻവാസിങ് ഒക്കെ നടത്തി പോകുന്ന ഒരാളാണ്. എൻസ് മീറ്റ് ചെയ്യാൻ നോക്കുന്ന ഭയങ്കര ഈഗോ ഉണ്ട് നടക്കാത്തതിന്റെ. അതെ, സിനിമയിലല്ലേ സിനിമയില്. അപ്പോൾ രണ്ടറ്റവും ഇതാക്കാന്നുള്ള സ്ട്രഗിൾ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ക്യാരക്ടർ. അങ്ങനെ എന്നിട്ട് പുള്ളി ഒരു സ്ഥലത്ത് പെടണതും അവിടെ ജാനകിയും അർജുൻ്റെ ക്യാരക്ടർ ആനന്ദ് ദാസൊക്കെ വരുന്നതാണ് പുള്ളിൻ്റെ ട്രാവൽ. അതെ, ഈ ഒരു ജേർണി ഉണ്ടല്ലോ, ഇത്രയും കാലം സിനിമയിലുണ്ടായിരുന്നു, പേടിയായിട്ട്, പിന്നെ പഠിച്ചതാണെങ്കിലും പിന്നെ ഷോർട്ട് ഫിലിം ചെയ്തത്, ഇതൊക്കെ ഈ ഒരു ആക്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഉറപ്പായിട്ടും. എന്ന് പറയുമ്പോൾ AD ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ കുറേ ടെക്നിക്കാലിറ്റീസ് നമുക്ക് കിട്ടും. ഇപ്പോൾ കണ്ടിന്യൂറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഒരു ഫ്രെയിം വെക്കുമ്പോൾ എങ്ങനെ പൊസിഷൻ ചെയ്യണം എന്നൊക്കെയുള്ള അങ്ങനത്തെ സംഭവങ്ങൾ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പക്ഷേ പെർഫോമൻസിന് ഒരിക്കലും അത് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഷോർട്ട് ഫിലിം ചെയ്യണതൊക്കെ വരും, നമ്മളൊരു സ്ഥലത്ത് അഭിനയിച്ച് അതൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു അഭിനയിച്ച് തന്നെയാണ് നമുക്ക് ഇത് ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു പൃഥ്വിരാജ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നതായിട്ട് ഞാൻ സുകുമാരൻ്റെ മകനായതുകൊണ്ടാണ് എനിക്ക് ആദ്യത്തെ സിനിമ കിട്ടിയതെന്നുള്ളൊരു സിനിമ പറയണ്ടായി. അങ്ങനത്തെ ഒരു ഇത് നോക്കുക. പക്ഷെ പിന്നത്തെ എൻ്റെ സിനിമകൾ എന്നെ കഴിവ് വെച്ചിട്ടായിരുന്നു. അതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റാഫിയുടെ മകൻ എന്ത് കൊണ്ടാണ് എനിക്ക് ഫസ്റ്റത്തെ സിനിമ കിട്ടിയതെന്ന് അങ്ങനെ ഒരു പറയാൻ പറ്റുമോ? 100%. ഒരു ഇന്ററപ്ഷൻ ചെയ്തേ, ഈ ഏജ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ലാന്ന് പ്രൂവ് ചെയ്ത വേറൊരാളാണ് പൃഥ്വിരാജ് സർ. എത്രയും ചെറുതാകുമ്പോഴാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻ. മനസ്സിലായി, പക്ഷെ പെട്ടെന്ന് പറഞ്ഞപ്പോ എന്നെ മനസ്സിലായി. വന്നപ്പോ ഒരു മെച്ചോറിറ്റി അപ്പോഴും. ഇപ്പൊ നെസ്ലിന്റെ ലുക്കിലുള്ള ഒരാൾ നായകനായിട്ട് നമ്മള് ആ ഒരു ടൈമില് അങ്ങനത്തെ നായകന്മാരില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ അത് മനസ്സിലായി. പക്ഷെ എന്നാലും അത് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് ആ ഒരു ഫാക്ടർ. കാരണം അത്രയും ചെറുതാകുമ്പോ അത്രയും ടാലന്റും അത്രയും ഡെലിവറി ചെയ്യാനുള്ളൊരു കഴിവില്ലേ, ആ ഒരു അത് ബിയോണ്ട് വേർഡ്സ് ആണ് ആ ഒരു ടാലന്റ്. ചെറുതാവുമ്പോ അഭിനയിക്കുന്ന ആൾക്കാരെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. അത് ഒരു കുട്ടിയാണ് ചിലപ്പോൾ പറഞ്ഞു കൊടുത്ത പോലെ ചെയ്യുന്നതായിരിക്കും, പക്ഷെ എന്നാലും അത് ഡെലിവറി ചെയ്യാൻ ഒരു ക്യാമറയുടെ മുമ്പിൽ വന്ന് ചെയ്യാന്ന് പറയുന്ന ഭയങ്കര ചെറുതാവുമ്പോൾ ചെയ്യുന്നത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. ഞാനപ്പോഴത്തെ എനിക്ക് 15 വയസ്സെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ വലുതായല്ലോ. അപ്പോൾ പക്ഷെ അതല്ല, ചെറുതായി കുട്ടികൾ അഭിനയിക്കൂലേ, അത് ഭയങ്കര മനസ്സിലാക്കി അഭിനയിക്കുന്ന ചൈൽഡ് ആക്ടേഴ്സ് ഒക്കെ ഒരുപാട് മെച്ചോർഡുമാണ്. അവർക്ക് ഭയങ്കര അവര് ത്രൂ ദ ക്രാഫ്റ്റ് ദേ മെച്ചോർ സോ മച്ച് ആൻഡ് ലൈക്ക് സോ ഫാസ്റ്റ്. പിന്നെ ഭയങ്കര പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. ഇപ്പോൾ വോയിസ് ഓഫ് സത്യനാഥനില് ജോർജ് ചേട്ടൻ്റെ മകളായിട്ട് അഭിനയിക്കാൻ ഒരു കുട്ടി വന്നു. അപ്പോൾ കഥ പറയുമ്പോൾ നമുക്കറിയാം ആ കുട്ടീൻ്റെ അതിൻ്റെയൊക്കെ ഇമോഷനിലാണ് ആ പരിപാടി വർക്കൗട്ട് ആവുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഷോർട്ട് വെച്ചു. എന്താ 5 വയസ്സ് 6 വയസ്സെന്തേ ഉള്ളൂ. പുള്ളിക്കാരത്തി റിയാക്ട് ചെയ്യണപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയി. ജോർജ് ചേട്ടനും ഭയങ്കര ഇതായി, പുള്ളി കലക്കിയിട്ടുണ്ട്, ഇത് വർക്കൗട്ടായി. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ പെട്ടെന്ന് സ്വന്തമായിട്ട് ഒബ്സർവ് ചെയ്ത് കിട്ടുന്നതാണ്. അതെ. സോറി, ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിച്ചു. സോറി. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ അങ്ങനെ റാഫി ചേട്ടൻ്റെ മകനായതുകൊണ്ടാണ് സിനിമയിലേക്ക് വന്നത് എന്ന് അങ്ങനെ ഒരു തോന്നൽ, അതും ഒരു ഭാഗമായിട്ടുണ്ട് ഞാൻ സിനിമയിലെത്താൻ ഇപ്പോൾ എന്നുള്ളത്. 100% കറക്റ്റാണ്. അത് എന്താ, ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടും അങ്ങനത്തെ ഒരു ലാസ്റ്റ് നെയിമും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതും.
എനിക്ക് വാപ്ചയായിട്ട് തന്ന ഓപ്പർച്യൂണിറ്റി അല്ല ഇത്. എന്നാൽ പോലും എൻ്റെ നെറ്റ്വർക്കിംഗ് നടന്നത് ആ ഒരു പേരുള്ളതുകൊണ്ട് തന്നെ. പിന്നെ എന്തൊക്കെ വന്നാലും ആ ഒരു പേര് ഹെൽപ്ഫുള്ളാണ് നമുക്ക് സിനിമയിൽ എൻ്റർ ആവാൻ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ രാജുവേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. ഒരു ആദ്യത്തെ പടം നടക്കും, രണ്ടാമത്തെ പടം ആ പേരിൽ നടക്കണം. മലയാളത്തിൽ ഇറ്റ്സ് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ്. കാരണം ടാലന്റും ഹാർഡ് വർക്കും ഇല്ലാതെ ആൾക്കാർ ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ആരുടെയൊക്കെ കേസ് എടുത്താലും നമുക്ക് കാണാം, എങ്ങനെ വന്നവരാണെങ്കിലും. അതിപ്പോ ഷാനൂഖ് ആണെങ്കിലും രാജുവേട്ടനാണെങ്കിലൊക്കെ ഇവരുടെ ഒരു സ്ട്രഗിൾ കഴിഞ്ഞിട്ട് ഇവര് സ്വയം പ്രൂവ് ചെയ്തിട്ടാണ് ഇവര് ഈ ഒരു പൊസിഷനിലെത്തിയത്. ഇപ്പോൾ ആടുജീവിതം കാണുമ്പോൾ നമ്മൾ ഒരു ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടറിനെ കാണണം, അല്ലാണ്ട് ഇന്ന ആളുടെ മകന് നമ്മളവിടെ നോക്കണില്ല. അതാണ് എനിക്കും ഉള്ള. ഇപ്പം ഒരാളെ പോലെ ഞാനൊരാളെ ഫോളോ ചെയ്യണം എന്ന് തോന്നുമ്പോൾ ഇപ്പോൾ ഒരു പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്നത് എന്നും ഏതൊരു ആക്ടറിനും ഭയങ്കര ഒരു വലിയ റോൾ മോഡലാണ്. ആ ഒരു പോയിന്റിലെത്തുന്നെങ്കിൽ ഇറ്റ്സ് പ്യൂർലി ബിക്കോസ് ഓഫ് ടാലന്റ്. ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ എല്ലാം ഉണ്ട്. പക്ഷെ ഈ ടാലന്റ് വെച്ചിട്ട് എത്തിയിട്ടും ഇപ്പൊ നെപ്പോട്ടിസം എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ഇപ്പോഴും അത് കേൾക്കുന്നുണ്ട് പല സ്ഥലത്തും. ഇപ്പൊ ഞാൻ പ്രസ് മീറ്റ് കണ്ടു, ഇതിന്റെ പ്രസ് മീറ്റിൽ തന്നെ എനിക്ക് ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഒരാൾ ചോദിച്ചിരുന്നത് ഞാൻ കേട്ടു. അപ്പൊ അതിപ്പോഴും നമ്മുടെ കഴിവ് വെച്ച് എത്തിക്കഴിഞ്ഞാലും ആ ഒരു സംഭവം നമ്മുടെ കൂടെ ഉണ്ടാവും. ഈ ഒരു നെപ്പോട്ടിസത്തിന്റെ സാധനം നമ്മുടെ ആളുകൾ ഓഡിയൻസ് പറയുന്നു തോന്നിയിട്ടില്ലേ? അത് ഉണ്ടാവും. അതിപ്പോ സോ കോൾഡ് നെപ്പോ കിഡ് എന്ന് പറഞ്ഞ ടാഗ്, അത് യു ഹാവ് ടു ലിവ് വിത്ത് ഇറ്റ്. അത് പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ല. ലൈക്ക് ഒരു സർനെയിമിൽ എൻഡെന്ന് പറയുന്നത് ഇറ്റ്സ് എ ടിക്കറ്റ് ടു എൻറ്റർ. അവിടെ ഏതൊക്കെ റൈറ്റ്സിൽ പോകണം, എങ്ങനെ പോകണം, അല്ലെങ്കിൽ പെട്ടെന്ന് എക്സിറ്റ് ആവോ, ഇതൊക്കെ ഉള്ളത് നമ്മുടെ സ്വന്തം ടാലൻറ്റും ഹാർഡ് വർക്കും. ടാലൻറ്റിനെ കാട്ടി ഉപരി എനിക്ക് തോന്നുന്നു ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ, ഡിസിപ്ലിൻ ഇതൊക്കെയാണ്. അപ്പോൾ ആരും ഫസ്റ്റ് വരുമ്പോൾ ഭയങ്കര പരിപാടിയൊന്നും അല്ലല്ലോ. കുറച്ച് പടങ്ങൾ അവരുടെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും.